നിങ്ങളൊരു പുതിയ കണ്ടൻറ് ക്രിയേറ്റർ ആണെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ചാനൽ തുടങ്ങാൻ ഉള്ളവരാണെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഏണിങ്സ് കിട്ടണം എന്നുണ്ട് ആഗ്രഹമുള്ളവരാണെങ്കിലും, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പുതിയ ചാനൽ തുടങ്ങാൻ ആഗ്രഹം ഇങ്ങനെ ഉള്ളിൽ തുളുമ്പി നിൽക്കുന്നവരാണെങ്കിലും, ഇനി മുതൽ നിങ്ങൾക്ക് ഓൾറെഡി ചാനൽ തുടങ്ങിയിട്ട് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബറും 8000 വാച്ച് ടൈമും ആയി മാറ്റിയിട്ടുണ്ട്. ഓൾറെഡി യൂട്യൂബ് എല്ലാവരും പറയുന്ന കാര്യമാണ്, ചിലപ്പോൾ നിങ്ങൾ അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത് എന്താണ് ഇങ്ങനെ ഹ്യൂജ് എമൗണ്ട് ആയിട്ട് യൂട്യൂബിൻ്റെ കുറേ ആൾക്കാർ പറയുന്നത്? അത് കൂടാണ്ട് യൂട്യൂബിൻ്റെ മാത്രമല്ല, നിങ്ങളുടെ വേറെ ന്യൂസ് ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതൊരു വലിയൊരു മല പോലെ ആയിട്ട് ഇവർ എന്തുകൊണ്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്? അത് കുറേ ആൾക്കാർക്ക് ആ ഒരു ആഗ്രഹമുണ്ട്, അങ്ങനെ ആൾക്കാർ ചിന്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ പറയുന്നുള്ളത്. അങ്ങനെയല്ല, അതൊരു വലിയൊരു എമൗണ്ട് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കാതെ ചെറിയൊരു എമൗണ്ട് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ 100% മുന്നേറാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഏകദേശം ഒരു ചെറിയൊരു രൂപത്തിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു തരാം. പിന്നെ അത് കൂടാണ്ട് നിങ്ങളൊരു വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണ്, നിങ്ങൾ ഒരു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് ഒരു 8000 മണിക്കൂർ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇത് വലിയൊരു ക്രിയേറ്റർ, ഇപ്പോൾ വലിയൊരു സബ്സ്ക്രൈബറുള്ള ഒരു 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം സബ്സ്ക്രൈബറുള്ള ഒരു ചാനലിന് 1 ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള ഒരാൾക്ക് ഈ 8000 മണിക്കൂർ എന്ന് പറയുന്നത് അതൊരു പുത്തരിയല്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് മിനിമം ഒരു 10K അല്ലെങ്കിൽ 20K 30K 50K വ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഈ വ്യൂസ് വെച്ചിട്ട് അവർക്ക് ഒരു വീഡിയോക്ക് തന്നെ പെർ വീഡിയോക്ക് തന്നെ മാക്സിമം അതിൽ തന്നെ 10,000 40,000 വരെ മണിക്കൂറുകൾ വാച്ച് ടൈം, 40,000 വരെ വാച്ച് ടൈം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. സാധ്യത കൂടുതൽ മാത്രമല്ല, ഒരു വീഡിയോക്ക് തന്നെ 20,000 30,000 40,000 വ്യൂസ് കിട്ടിയാൽ തന്നെ അവിടെ തന്നെ അവർക്ക് 4,000 മണിക്കൂർ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അതിന് ശേഷമുള്ള വീഡിയോസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വീഡിയോസ്, രണ്ടാമത്തെ വീഡിയോസ്, മൂന്നാമത്തെ വീഡിയോസ്, ഇതേപോലെ 10Kയോ 11Kയോ 12Kയോ വ്യൂസ് അവർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ തന്നെ 50,000 മണിക്കൂർ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് അവർക്ക് അത് ഭയം ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ പുതിയ ചെറിയ ക്രിയേറ്റർമാർ, പുതിയ തുടങ്ങുന്നവർ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ക്രിയേറ്റർമാർക്കാണ് ഇതൊരു വലിയൊരു ഭയമായിട്ട് തോന്നുക. കാരണം എന്താ വെച്ചാൽ അവർക്ക് തോന്നുന്നുള്ളത് ഈ ഒരു 4,000 മണിക്കൂർ വരെ തികയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഇതിന് 8,000 മണിക്കൂർ തികയ്ക്കുക? അത് ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് ചിലർ പിന്തിരിഞ്ഞു പോകാറാണ് പതിവ്. അതല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് മടുപ്പ് വരും, പെട്ടെന്ന് യൂട്യൂബ് നിർത്തിപ്പോകാനുള്ള ഒരു ടെൻഡൻസി കൂടും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ യൂട്യൂബിൻ്റെ ഈ 8,000 മണിക്കൂർ എന്നുള്ളത് ഒരു വ്യക്തി കണ്ടു തീർക്കാനുള്ള വീഡിയോസ് അല്ല. അത് അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലാന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി 2 ആളോ 3 ആളോ കണ്ടിട്ടാണ് 8,000 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു മണിക്കൂറോ 1 സെക്കൻഡോ 5 മിനിറ്റോ 3 മിനിറ്റോ 4 മിനിറ്റോ നിങ്ങളെ വീഡിയോസ് കണ്ട് എന്ന് വിചാരിച്ചോ, എന്നാൽ പോലും നിങ്ങൾക്ക് ആ മിനിറ്റുകൾ, ഓരോ മിനിറ്റുകൾ 1 ലക്ഷം പേരോ അല്ലാന്നുണ്ടെങ്കിൽ 2 ലക്ഷം പേരോ കണ്ടു കഴിഞ്ഞാൽ ആ 1 ലക്ഷം മിനിറ്റ് നമുക്ക് കിട്ടി. 1 മിനിറ്റ് കണ്ടു കഴിഞ്ഞാലാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ 2 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്തായി, നമുക്ക് അതേപോലത്തെ 1 ലക്ഷം വ്യൂസ് അല്ല അവിടെ കിട്ടുക, 1 ലക്ഷം മണിക്കൂറല്ല കിട്ടുക, 2 ലക്ഷം മിനിറ്റാണ് കിട്ടുക. സോറി, മണിക്കൂറല്ല, 2 ലക്ഷം മിനിറ്റാണ് കിട്ടുക. 2 ലക്ഷം മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 60,000 മിനിറ്റാണ്. 60,000 മിനിറ്റ് വന്നാൽ നമുക്ക് 1000 മണിക്കൂറായിട്ട് കണക്ക് കൂട്ടും. 1000 മണിക്കൂർ എന്നുള്ള പറയുന്നുള്ളത് 1000 വാച്ച് ടൈമാണ്. 1000 മണിക്കൂർ എന്നുള്ളത് 1000 വാച്ച് ടൈമാണ്. 1000 വാച്ച് ടൈം ഇതേപോലെ നമ്മൾ കണക്കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 1 മിനിറ്റുള്ള വീഡിയോസ്, അതല്ലെങ്കിൽ 1 മിനിറ്റ് ഒരാൾ കണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ 10,000 ആളോ അല്ലെങ്കിൽ 20,000 പേരോ 1 ലക്ഷം പേരോ ഈ വീഡിയോസ് വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റ് കണ്ടാൽ തന്നെ നമുക്കവിടെ എന്തായി, നമുക്കവിടെ കൂടുതലായിട്ടുള്ള വാച്ചിങ് അവേഴ്സ് കിട്ടി. ഞാനൊരു ഏകദേശം ഒരു 20,000 30,000 വ്യൂസ് കിട്ടിയ ഒരു ചാനലിൻ്റെ എൻ്റെ ചാനലിൻ്റെ റവന്യൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ വാച്ചിങ് അവേഴ്സ് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. സൈഡിൽ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു 20,000 വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര മണിക്കൂറാണ് കിട്ടുക എന്നുള്ളത്. അത് ചിലപ്പോൾ 1 മിനിറ്റ് കണ്ടവരായിരിക്കും, ചിലപ്പോൾ 2 മിനിറ്റ് ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക, അവർ 1 മിനിറ്റോ 2 മിനിറ്റോ 5 മിനിറ്റോ 10 മിനിറ്റോ ആയിരിക്കും വീഡിയോ കണ്ടിട്ടുണ്ടാവുക. ചിലപ്പോൾ വീഡിയോ
വീഡിയോസ് അരമണിക്കൂറോ 1 മണിക്കൂറായിരിക്കും എൻ്റെ വീഡിയോസ്. പക്ഷെ അവരെ കണ്ടിട്ടുണ്ടാവും എത്ര, 1 സെക്കൻഡോ അല്ലെങ്കിൽ 2 മിനിറ്റോ 3 മിനിറ്റോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്നാൽ പോലും നമുക്ക് വാച്ചിങ് ഹവേഴ്സ് ഇതുപോലെ കൂടുതലായിട്ട് വാച്ചിങ് ഹവേഴ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമുക്ക് വ്യൂസ് വരാത്തതാണ് പ്രശ്നം. അപ്പം നമ്മൾ വാച്ചിങ് ഹവേഴ്സിൻ്റെ കണക്കൂട്ടേണ്ട ആവശ്യമില്ല, വ്യൂസാണ് നമ്മൾ കൊണ്ടുവരാൻ നോക്കേണ്ടത്. അപ്പോൾ വ്യൂസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഓരോ വ്യക്തി, നമ്മൾ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത്, ഈ കാര്യങ്ങളിൽ എന്താണോ നമ്മൾ വ്യൂസ് വരാതിരിക്കാനുള്ള കാരണം എന്താണ്, ഇതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് കൂടുതൽ വ്യൂസ് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഓരോ വ്യക്തികളുടെ ഓരോ മിനിറ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ വ്യക്തികൾ വാച്ച് ചെയ്ത വീഡിയോസാണ് നമുക്ക് ഓൾറെഡി, മിനിറ്റുകളാണ് നമുക്ക് ഓൾറെഡി അത് വാച്ചിങ് ഹവേഴ്സായിട്ട് നമുക്ക് കണക്കൂട്ടുന്നുള്ളത്. അപ്പോൾ ആ കണക്കൂട്ടാൻ വേണ്ടി നമ്മളെന്ത് ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു കണ്ടൻറ് ക്രിയേറ്റർ അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ഏണിങ്സ് കിട്ടുന്നൊരു യൂട്യൂബർ ആയി മാറാൻ പറ്റുള്ളൂ. അതല്ലാതെ നമ്മൾ ചുമ്മാ എന്തെല്ലോ വാരി വലിച്ചിട്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓരോ മിനിറ്റിനും മറ്റുള്ളവർ സമയം കളയത്തില്ല, നമുക്ക് വേണ്ടിയിട്ട് സമയം കളയത്തില്ല. അപ്പം നമുക്ക് വേണ്ടിയിട്ട് അവരെ സമയം വേസ്റ്റ് ആക്കുന്നതിന് പകരം നമ്മൾ അവർക്ക് എന്താണോ കൊടുക്കാൻ പറ്റുന്നത്, ഒന്നുകിൽ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ പഠിക്കാനുള്ള എന്തെങ്കിലും അറിവുകളായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആയിരിക്കും, അവരുടെ കണ്ണിന് കുളിർമയാകുന്ന എന്തെങ്കിലും വ്യൂ ആയിരിക്കും, ഇങ്ങനത്തെ കാര്യങ്ങൾ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വാക്കുകളായിരിക്കും, നമ്മൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വാക്കുകളായിരിക്കും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് യൂട്യൂബിൽ നല്ലൊരു കണ്ടൻറ് ക്രിയേറ്ററോ അതല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു സ്പീച്ചറോ അതല്ലാന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റോ ആയി മാറിയാൽ മാത്രമാണ് നമുക്ക് കൂടുതലായിട്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആർട്ടിസ്റ്റോ, ഇത് പല പല കാറ്റഗറിയിലും വരുന്നുണ്ട്, എഡ്യൂക്കേഷൻ കാറ്റഗറി, അല്ലാന്നുണ്ടെങ്കിൽ ആർട്ടിസ്റ്റ്, അല്ലാന്നുണ്ടെങ്കിൽ പെയിൻറ്റിങ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ചുമ്മാ നമ്മൾ റിയാക്ഷൻ വീഡിയോ എന്നെല്ലാം പറഞ്ഞിട്ട് നോക്കുന്നില്ലേ, അതിനേക്കാളും കൂടുതൽ വ്യൂസ് കൂടുതൽ ആൾക്കാർ വേറെ രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതല്ലാതെ നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും ഇതൊന്നും ഇല്ലാതെ ആരും ഒരു ദ്രോഹവും ചെയ്യാതെ കുറേ ആൾക്കാർ വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്, മില്യൺ വ്യൂസ് വരുന്നുണ്ട്, വാച്ചിങ് ഹവേഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ കുറേ ടോയ്സിൻ്റെ കുറേ ചാനലുകളുണ്ട്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ചാനലുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. മുഖം കാണിക്കേണ്ട നിർബന്ധമില്ല, മുഖം കാണിക്കേണ്ട ആവശ്യമില്ല, ഫേസ് കാണിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ വോയിസ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതൊന്നും കാണിക്കാതെ നിങ്ങൾക്ക് വീഡിയോ ഇടാൻ പറ്റും. അപ്പം ഞാൻ അതിനെക്കുറിച്ചിട്ട് കുറേ വീഡിയോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ഈ ചാനലിലല്ല, എൻ്റെ ഈ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ രണ്ടാമത്തെ ചാനൽ, സെക്കൻഡറി ചാനൽ ഞാൻ ഓൾറെഡി ഇതിൽ ലോഗോയിൽ ഓൾറെഡി നിങ്ങൾക്ക് കൊളാബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാനലിലേക്കും കയറാൻ പറ്റും. അതിൽ ഞാൻ കുറേ ടോയ്സിൻ്റെ ഫേസ് കാണിക്കാതെ വോയിസ് ഓവർ കൊടുക്കാതെ കുറേ വീഡിയോസ് ഞാൻ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഫേസ് കാണിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വോയിസ് കൊടുക്കാനുള്ള അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ സംസാരിക്കാനുള്ള കഴിവില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കതിൽ നല്ല അടിപൊളിയായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് 100% മുന്നേറാനും ഏണിങ്സ് ഉണ്ടാക്കാനും പറ്റും എന്നുള്ള കോൺഫിഡൻസോട് കൂടിയിട്ട് ഞാൻ ഓൾറെഡി ഈ വീഡിയോ നിർത്തുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ.